സർ, നമ്മൾ പറഞ്ഞു ഗ്ലോക്കോമയുടെ ചികിത്സാ രീതിയിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് മരുന്നുകൾ വഹിക്കുന്നുണ്ട്. മരുന്നുകളിലൂടെ നമുക്ക് ഈ അസുഖത്തിനെ കുറേയേറെ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും എന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഗ്ലോക്കോമയുടെ തുള്ളിമരുന്ന് തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് എത്ര നാൾ കഴിഞ്ഞാൽ ഈ മരുന്നുകൾ നിർത്താൻ സാധിക്കും? അതോ തുടർച്ചയായിട്ട് ഒഴിക്കേണ്ടതാണോ ഈ മരുന്നുകൾ? വളരെ വളരെ പ്രസക്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഡേ ടു ഡേ പ്രാക്ടീസിൽ നമ്മൾ പലപ്പോഴും എൻകൗണ്ടർ ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളും കൂടിയാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ചോദ്യം. പല പേഷ്യൻസും ധരിച്ചിരിക്കുന്ന ഗ്ലോക്കോമയുടെ തുള്ളിമരുന്ന് തുടങ്ങിയാൽ ഡോക്ടർ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞ് വാ, അല്ലെ 3 മാസം കഴിഞ്ഞ് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു വിഭാഗം പേഷ്യൻസ് വരുന്നത് മരുന്ന് നിർത്തിയതിന് ശേഷമാണ്. എന്താണ് മരുന്ന് ഒഴിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, സാർ എനിക്ക് 3 മാസത്തേക്ക് തന്നതുകൊണ്ട് ഞാൻ ആ 3 മാസത്തേക്ക് മരുന്ന് ഒഴിച്ചിട്ടുണ്ടെന്ന്. അപ്പോ ഈ ഗ്ലോക്കോമയുടെ മരുന്ന് കൊണ്ടുള്ള ചികിത്സക്ക് പേഷ്യൻസ് മാത്രമല്ല, അവരുടെ അടുത്ത ബന്ധുക്കൾ, അതായത് അവരുടെ ചികിത്സയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന വ്യക്തികൾ കൂടി ഈ ഗ്ലോക്കോമ രോഗത്തെക്കുറിച്ചുള്ള കൗൺസിലിങ്ങിന് നിർബന്ധമായിട്ടും വിധേയരാവണം. ആ രോഗത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധവൽക്കരണം അവരിലും ഉണ്ടാവണം. എന്നാലും മാത്രമേ ഈ മരുന്ന് കൊണ്ടുള്ള ചികിത്സ ഫലപ്രദമാവുള്ളൂ. കാരണം ഈ ഗ്ലോക്കോമ ഒരു രോഗിക്ക് പൂർണ്ണമായിട്ട് ഗ്ലോക്കോമ ഉണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ ലൈഫ് ലോങ് ആയിട്ട് ഒരു ഗ്ലോക്കോമ പേഷ്യന്റ് തന്നെയാണ്. അവിടുന്ന് പിന്നെ ആ ഗ്ലോക്കോമ എന്ന് മാറുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഷുഗർ, ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യന്റിന് നമ്മളൊരു ഗുളിക കൊടുത്ത് ചികിത്സ തുടങ്ങിയിട്ട് ആ അവസ്ഥ കൺട്രോൾ അല്ലെങ്കിൽ 1-2 ഗുളികളിലേക്കൊക്കെ മാറുന്നത് പോലെ തന്നെ ഗ്ലോക്കോമയുടെ പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള മരുന്ന് കൊടുത്ത രോഗിക്ക് പ്രഷർ കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ മരുന്നുകൾ പിന്നെയും ആഡ് ചെയ്യപ്പെടാനുണ്ട്. അപ്പോൾ വളരെ നിശ്ചിതമായ ഒരു കാലയളവിൽ അവർ തുടർ പരിശോധനകൾക്ക് വിധേയമാവുകയും ആ രോഗത്തിന്റെ അവസ്ഥ നിയന്ത്രണ വിധേയമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് നിയന്ത്രണ വിധേയമല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നിലേക്ക് മാറാനും ഉണ്ട്. അതുകൊണ്ട് പലപ്പോഴും തുടങ്ങിയ തുള്ളിമരുന്ന് നിർത്താവുന്ന ഒരു സാഹചര്യം വരാനുള്ള സാധ്യത വളരെ കുറവാണ്.